വാങ്കഡയിലെ കണ്ണീർ രാവിന് കണക്ക് തീർക്കാൻ വന്നതെങ്കിൽ ഇവിടെ ഈ ദക്ഷിണേന്ത്യൻ മണ്ണിൽ മഞ്ഞപ്പടയ്ക്ക് വീഴാൻ മനസ്സില്ല. തിരിച്ചുവരവിനായി ഇരുവർക്കും പിന്നിൽ ലക്ഷങ്ങളുടെ കാത്തിരിപ്പുണ്ട്. അതിനാൽ ഇവിടെ ഈ ജീവൻ മരണ രേഖയിൽ ചെന്നൈ മുംബൈ നേർക്കുനേർ. ചരിത്രത്തിൽ ഇരുചേരിയും കിരീടത്താൽ ഇടർച്ചയില്ലാത്തൊരു സാമ്രാജ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലം തിരുത്തപ്പെടാൻ ചിലത് ബാക്കിയുണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഇനിയുള്ള വീഴ്ചകൾ കിരീട സ്വപ്നങ്ങളെ മറന്നേക്കാം. അതിനാൽ ചരിത്രത്തിലെ കണ്ടുമറന്നൊരു ക്ലാസിക് പോരാട്ടത്തിനായി കണ്ണും മനസ്സുമൊരുക്കി ആരാധകർ കാത്തിരുന്നു. ടോസ് നിർണയം മുതൽ ഒടുവിലെ പരാജയത്തിൽ മുങ്ങിത്താഴ്ന്നൊരു നിമിഷം വരെ എല്ലാം മുംബൈക്കെതിരായപ്പോൾ ഡഗൌട്ടിലിരുന്നൊരു രോഹിത്തിന്റെ മുഖം നിറഞ്ഞ നിരാശയുടെ പേമാരി തൂക്കി. റിക്കോൾച്ചൻ പതിവ് പോലെയൊന്ന് തുടങ്ങിയെങ്കിലും ചെപ്പോക്കിൽ ചെന്നൈ പന്തെടുത്ത് തീർത്ത അഗ്നിവർഷത്തിൽ മുംബൈ പടയൊന്നാകെ ചാരമായി. വിൽജാക്സിനെ വീഴ്ത്തി കംബോജാണ് ചെപ്പോക്കിലെ മുംബൈ ധ്വംസനത്തിന് തിരികൊളുത്തിയത്. 37 റിക്കോൾച്ചനെ വീഴ്ത്തിയ സ്പിൻ കണിക്ക് നൂർ അഹമ്മദിന് കയ്യടികൾ. പിടിച്ചുനിന്ന നമൻതീറിന്റെ ആ ഒരു ഇന്നിംഗ്സിനപ്പുറം മുംബൈക്ക് നോർത്തുവെക്കാൻ മറ്റൊന്നും ബാക്കിയായില്ല. പന്തെടുത്തവരെല്ലാം വാഴ്ത്തിപ്പാടിയെത്തിയ മുംബൈ പടയിലെ ബാറ്റർമാരെ നിലം പരിശാക്കി. രോഹിത്തിൽ നിന്ന് പറിച്ചെടുത്ത നായകസ്ഥാനത്തിനുടമ ഹർദിക്കിന്റെ ഇന്നിംഗ്സ് ഒന്ന് നോക്കുക. 23 പന്തുകളിൽ 18. സ്വയം പരാജയത്തെ പുലുകുകയല്ലാതെ നായകൻ ഇതെന്താണ് ചെയ്തത്? വർഷങ്ങളുടെ നിറഞ്ഞു തളിർത്തൊരു നല്ല കാലം ഹർദിക്കിലൂടെ അങ്ങ് പര്യവസാനമാണ് കാലം കാത്തുവെച്ചിരിക്കുന്നത്. ജയിക്കാനായി മനസ്സുറപ്പിച്ചിറങ്ങിയ എത്ര മുംബൈ മുഖഭാവങ്ങളെ കാണാനാകും ആ പടയിൽ. നമൻതീറിന്റെ പോരാട്ടത്തിന്റെ 57. ചെന്നൈക്ക് ഭീഷണി തീർത്ത ഒരേ ഒരു മനുഷ്യൻ. രോഹിത്തിന് കീഴിൽ എന്തിനും പോന്നൊരു സംഘത്തിന്റെ നിഴൽ മാത്രമായി 159-ൽ മുംബൈ വീണു. ഓവർചേണിന്റെ ഓവറുകൾക്ക് ഏത് വിശേഷണങ്ങളിൽ ചേർത്ത് വെക്കണമെന്നറിയില്ല. ഓവർ 4-ൽ വെറും 23 റൺസുകൾ വിട്ടു നൽകി വിക്കറ്റ് 1-ന്റെ നേട്ടം. കംബോജിന്റെ വിക്കറ്റ് 3-കൾ. അങ്ങനെ എണ്ണിയാൽ തീരാത്ത പോരാളികൾ ചെന്നൈക്കായി തീർത്തത് തിരിച്ചുവരവിന്റെ തീജ്വാലയാണ്. മറുപടിക്കെത്തിയ സഞ്ജുവും ഉറുവിലും വീണെങ്കിൽ നായകനൊരുത്തൻ നയിക്കാൻ ബാക്കിയുണ്ട്. വിമർശനങ്ങൾ ഒരുപാട് അയാൾക്കുമേൽ ചൊരിഞ്ഞതാണ്. ഗെയ്ക്വാദിന്റെ ഇന്നിംഗ്സ് ഇന്നതെല്ലാം മറുപടിയുടെ പ്രതിരോധം തീർത്തു. ഒപ്പം ഇമ്പാക്റ്റ് ആകണമെങ്കിൽ അത് കാർത്തിക് സൂര്യയെപ്പോൾ ജ്വലിക്കണം. ഇരുവരും മുംബൈ ബൗളർമാർക്ക് മുന്നിൽ അനായാസം ക്രിക്കറ്റിന്റെ പ്രായോഗിക വിസ്മയം ചൊരിഞ്ഞു. ലക്ഷ്യത്തിലേക്ക് അനായാസമായ യാത്രയ്ക്ക് സുന്ദര പര്യവസാനവും. അവരുടെ ആ അർദ്ധശതകങ്ങൾ ചെന്നൈക്കിത് ഫിനിക്സിന്റെ ഒരു പുനർജന്മത്തിന്റെ വിശ്വവിജയം. വിക്കറ്റെട്ടുകൾ ബാക്കി നിൽക്കെ ചെപ്പോക്കിലെ മഞ്ഞക്കടൽ അലയടിച്ച് തീരും മുൻപേ വിജയകാഹളം മുഴങ്ങി. മുംബൈക്കിതങ്ങ് മറന്നേക്കാം. ലക്ഷ്യം തൊടാൻ നിങ്ങൾ ആദ്യം ഒരു ടീമാകണം. വിജയം തൊടാൻ ഒരു മനസ്സ് വേണം. ഗെയിം സ്പിരിറ്റിന്റെ അടങ്ങാത്ത സ്വപ്നങ്ങൾ ഉണരണം. അതില്ലാതെ ഒരു സീസൺ കൂടി നിരാശയുടെ കണ്ണീർ കഥയങ്ങ് ബാക്കിയാക്കാം. ചെന്നൈ പക്ഷേ വിജയവഴിയിലാണ്. കാത്തിരിക്കുന്നത് കഠിനകാലമാണെന്നറിയാം. എന്നാൽ അസാധ്യമായതിലേക്ക് കനൽപാത കടന്നവരാണല്ലോ ലക്ഷ്യപ്രാപ്തിയിൽ അടഞ്ഞതത്രയും.